ഹായ് ഓൾ. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എസ്ത്രയ്ക്കകത്തിരിക്കുന്ന ഡ്യൂറബിലിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പം ഡ്യൂറബിലിറ്റി പഠിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണേ, നമ്മൾ എവിടെ വരെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം AWSൻ്റെ നെവർ ലൂസ് എ ബൈറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ബേസിക് ആയിട്ടിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ, അതിൻ്റെ അകത്ത് നമ്മളുടെ ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റ ലൂസ് ആവാനുള്ള ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന പോസിബിലിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. അത് AWS എന്തൊക്കെ ഹാൻഡിൽ ചെയ്യുമെന്നും നമ്മളായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മളുടെ ഹ്യൂമൻ എറേഴ്സ് കാരണം നമ്മളുടെ ഡാറ്റ ലോസ് ആവുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് S3 വേർഷനിങ് വെച്ചിട്ട് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പം ഇനിയും പ്രിവെൻറ്റ് ചെയ്യാനുള്ള കുറച്ചും കൂടെ മെക്കാനിസംസ് S3ക്കകത്തുണ്ട്. അപ്പം അതിൻ്റെ അകത്തിരിക്കുന്ന ഒന്നാണ് S3 റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S3ക്കകത്തിരിക്കുന്ന റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം അതെങ്ങനെ, അതിൻ്റെ കുറച്ച് തിയറീസും എന്ത് പർപ്പസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു S3 ബക്കറ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് S3 റെപ്ലിക്കേഷൻ കോൺഫിഗർ ചെയ്യുന്നത് എന്ന് നോക്കും. ഓക്കെ. അപ്പം ഞാൻ ഈ സ്ലൈഡ് ഒന്നും കൂടെ കാണിക്കുകയാണ്, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡാറ്റ ലോസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഏതൊരു എൻ്റർപ്രൈസ് ലെവൽ പ്രൊജക്റ്റിൻ്റെ അകത്തും ഡാറ്റ ലോസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിന് നമ്മൾ പല മെക്കാനിസംസും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു മെക്കാനിസമാണ് S3 റെപ്ലിക്കേഷൻ എന്നുള്ളത്. ആ പർപ്പസ് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം ഫോളോ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു സംശയം നമുക്ക് വരും. ആ സംശയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. നെവർ ലൂസ് എ ബൈറ്റ്, സിംഗിൾ ബൈറ്റ്, ഈവൻ സിംഗിൾ ബൈറ്റ് എന്നുള്ളതാണ് AWS പോലും അവരുടെ S3യുടെ കൾച്ചറായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം S3 റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് സെയിം റീജിയൻ റെപ്ലിക്കേഷനും ഒന്ന് ക്രോസ് റീജിയൻ റെപ്ലിക്കേഷനുമാണ്, SRRഉം CRRഉം എന്ന് പറയുന്നത്. അപ്പം ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് S3 റെപ്ലിക്കേഷൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പം നമ്മളുടെ കയ്യിൽ ഒരു S3 ബക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡാറ്റയുണ്ട്. ഓക്കെ, അപ്പം ഈ ഡാറ്റ ബേസിക്കലി ഒരു ആക്സിഡൻ്റൽ ഡിലീഷൻ കാരണം നമുക്ക് ലോസ് ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അല്ലേ? ഏതെങ്കിലും ഒരു ജൂനിയർ ഡെവലപ്പറോ അല്ലെങ്കിൽ സീനിയർ ആയിട്ട് തന്നെ ഡെവലപ്പറോ ആക്സിഡൻ്റലായിട്ട് നമ്മളുടെ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ ലോസ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, ഡാറ്റ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഹെൽത്ത് കെയറോ അല്ലെങ്കിൽ ഫിനാൻഷ്യലോ പോലെയുള്ള ഡാറ്റ നമുക്ക് ലോസ് ആവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേർഷനിങ്, S3ക്കകത്ത് വേർഷനിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു, അല്ലേ? അപ്പം നമ്മൾ വേർഷനിങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് വേർഷൻസ് വരും. ഈവൻ ഡിലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഡിലീറ്റ് മാർക്കർ എന്ന് പറയുന്ന കാര്യമാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ്റെ അകത്ത് ആക്സിഡൻ്റ് ആയിട്ടുള്ള ഡിലീഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു, അല്ലേ? അപ്പം ഇതൊരു വേ ഓഫ് ഡാറ്റ പ്രൊട്ടക്ഷൻ ആണ്. പക്ഷേ ഇങ്ങനെ വേറൊരു സിറ്റുവേഷനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ വേർഷനിങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു നമ്മളുടെ അക്കൗണ്ടിൻ്റെ അകത്ത്, AWS അക്കൗണ്ടിൻ്റെ അകത്ത് ഒരു മലീഷ്യസ് യൂസർ എൻ്റർ ചെയ്ത് എന്തെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന പാസ്വേഡ് കോംപ്രമൈസ് ആയതുകൊണ്ടോ ലീക്ക് ആയതുകൊണ്ടൊക്കെ ഒരു മലീഷ്യസ് യൂസർ കയറി ഈ പറഞ്ഞിരിക്കുന്ന വേർഷൻസ് എല്ലാം അടിച്ച് കളയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ വേർഷൻസ് എല്ലാം അടിച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ടാവില്ല, അല്ലേ? അപ്പം നമ്മളുടെ സ്റ്റിൽ വേർഷനിങ് എനേബിൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞിരിക്കുന്ന മലീഷ്യസ് യൂസർ എൻ്റർ ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് ഒരു AWS അക്കൗണ്ടിൻ്റെ അകത്തേക്ക് കയറാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. നോർമലി ഈ പറഞ്ഞിരിക്കുന്ന ആക്സിഡൻ്റൽ ഡിലീഷനെക്കാട്ടൊക്കെ വളരെ കുറവായിരിക്കും. അപ്പം ആക്സിഡൻ്റൽ ഡിലീഷൻ നമുക്ക് വേർഷനിങ് വെച്ചിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. പക്ഷേ സ്റ്റിൽ വേർഷനിങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇങ്ങനെ ഒരു മലീഷ്യസ് യൂസേഴ്സ് വന്നിട്ട് നമ്മളുടെ ഡാറ്റ അടിച്ച് കളയാൻ, അതായത് കംപ്ലീറ്റ്ലി ഈ വേർഷൻസ് എല്ലാം, വേർഷൻ 1ഉം 2ഉം ഡിലീറ്റ് മാർക്കറും എല്ലാം അടിച്ച് കളയാൻ നമുക്ക് പറ്റും. അങ്ങനെ അടിച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല, വേർഷനിങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാലും. ഓക്കെ, അപ്പം ഈ നെവർ ലൂസ് എ ബൈറ്റ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു പോസിബിലിറ്റി, വളരെ റയർ ആയിട്ടിരിക്കുന്ന ഈ ഒരു പോസിബിലിറ്റി പോലും നമ്മൾ എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതും കൂടി കൺസിഡർ ചെയ്യുന്നതായിരിക്കണം നല്ലൊരു എൻ്റർപ്രൈസ് ലെവലിൽ ഇരിക്കുന്ന ഒരു സ്റ്റോറേജ് സിസ്റ്റം. ഓക്കെ, അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വഴി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കാം, അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ബക്കറ്റ് അതിൻ്റെ എല്ലാ വേർഷൻസും ഒരു മലീഷ്യസ് യൂസർ വന്നിട്ട് അല്ലെങ്കിൽ സംഹൗ
ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരു കോപ്പി ഉണ്ടാവും. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാം അല്ലേ. അപ്പം ഇങ്ങനെയൊരു സാധനം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് തോന്നും. ഒരു മലീഷ്യസ് യൂസർ നമ്മളുടെ AWS അക്കൗണ്ടിൽ കയറിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റും അതിൻ്റെ സാധനങ്ങളും അടിച്ച് കളയാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മലീഷ്യസ് യൂസർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും അടിച്ച് കളഞ്ഞൂടെ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വരും അല്ലേ. അപ്പം അതിനെ പോലും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് റെപ്ലിക്കേഷൻസ് അകത്തുണ്ട്. എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോപ്പി നമ്മൾ എടുത്തു വെക്കുന്നു. ആ കോപ്പി എടുത്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന IAM പോളിസി വെച്ചിട്ട് നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതായത് ഈ ബക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന ബക്കറ്റാണ്. അതിൻ്റെ പെർമിഷൻ നമുക്ക് യൂസേഴ്സിനും നമ്മളുടെ ആപ്ലിക്കേഷൻസിനും എല്ലാം ഉണ്ടാവും അല്ലേ. നമ്മൾ IAM പോളിസി വെച്ചിട്ട് നമ്മൾ അതെങ്ങനെ കൊടുക്കാം എന്നുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പം അങ്ങനെ നമ്മൾ ഈ ബക്കറ്റിന് പല യൂസേഴ്സിനും പല ആപ്ലിക്കേഷനും പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവും. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലേ നമുക്കത് വർക്ക് ചെയ്യുള്ളൂ അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ അകത്തേക്ക് കോപ്പിയും ഡിലീറ്റും കാര്യങ്ങളെല്ലാം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പല പെർമിഷനും കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഏതെങ്കിലും പെർമിഷൻ ഉള്ള ഒരു യൂസറിൻ്റെ പാസ്വേഡ് ആണ് ഇവിടെ കോംപ്രമൈസ് ആയതെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന മലീഷ്യസ് യൂസർക്ക് ആ പർട്ടിക്കുലർ യൂസറിൻ്റെ പെർമിഷനും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റിനെ മാത്രമേ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. ആ പർട്ടിക്കുലർ യൂസർ ഡയറക്റ്റ്ലി ഇവനെ ആക്സസ് ചെയ്യുകയും ഇവനെ ആക്സസ് ചെയ്യാത്തതും കൊണ്ട് ആ പർട്ടിക്കുലർ യൂസർക്ക് നമുക്ക് ഇവിടെ പെർമിഷൻ കൊടുക്കണമെന്നില്ല. ഇവിടെ ആവശ്യമുണ്ട്, കാരണം ഡേ ടു ഡേ കാര്യങ്ങൾ നടന്നു പോവേണ്ടതുണ്ട്. പക്ഷെങ്കിൽ ആ പർട്ടിക്കുലർ യൂസർക്ക് ഈ കോപ്പി ചെയ്ത് വച്ചിരിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് നമുക്ക് പെർമിഷൻ കൊടുക്കേണ്ടതില്ല. കാരണം എന്താണ്, ഇത് ഡയറക്റ്റ്ലി അവർ യൂസ് ചെയ്യത്തില്ല. ഇത് AWS ഇന്റേണലി ഈ പറഞ്ഞിരിക്കുന്ന സാധനം എടുത്തു വെക്കുകയാണ്. ഇതൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് ആ യൂസർ യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതിന് പെർമിഷൻ നമുക്ക് കൊടുക്കേണ്ടതില്ല. അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന IAM പോളിസീസ് ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഡാമേജിൻ്റെ ഇമ്പാക്റ്റിൻ്റെ സർഫസ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു യൂസർ വെച്ചിട്ട് മലീഷ്യസ് യൂസർ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പാസ്വേഡ് വെച്ച് കയറി ഇതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ യൂസറിൻ്റെ ക്രെഡൻഷ്യൽ വെച്ചിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള IAM പോളിസിയാണ് അവിടെ ഇരിക്കുന്നത്. IAM പോളിസി എങ്ങനെ സെറ്റ് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ യൂസേഴ്സിനും എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. അപ്പോൾ അത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. അത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനം കുറേ കൂടി റെസ്ട്രിക്റ്റീവ് ആയിട്ടിരിക്കുന്ന IAM പോളിസി കൊടുത്തിട്ട് ഇതിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് അല്ലേ. ഇനിയിപ്പോൾ അതും അല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളുടെ ഈ AWS അക്കൗണ്ടിൻ്റെ, നമ്മൾ വർക്ക് ചെയ്യുന്ന AWS അക്കൗണ്ടിൻ്റെ അകത്താണ് ഈ ബക്കറ്റ് ഇരിക്കുന്നതെങ്കിൽ ഈ ബക്കറ്റിൻ്റെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു AWS അക്കൗണ്ടിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തു വെക്കാം. അതും പോസിബിൾ ആണ്. ഒരു AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന ബക്കറ്റിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന ബക്കറ്റിൻ്റെ അകത്തേക്ക് കോപ്പി ചെയ്തിടാനും നമുക്ക് പോസിബിൾ ആണ്. അങ്ങനെയും ഈ പറഞ്ഞിരിക്കുന്ന കോപ്പി എടുത്ത് വെക്കാം. അങ്ങനെ കോപ്പി എടുത്തതെന്ന് വെച്ചാൽ ഈ AWS അക്കൗണ്ടിൻ്റെ അകത്ത് ആരെങ്കിലും കയറി ഈവൻ അഡ്മിൻ പെർമിഷനുള്ള യൂസറാണ് കോംപ്രമൈസ്ഡ് ആയി പോയതെങ്കിൽ കൂടിയും ഈ പറഞ്ഞിരിക്കുന്ന എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന AWS അക്കൗണ്ടിലേക്ക് അയാൾക്ക് പെർമിഷൻ ഉണ്ടാവില്ല. അയാൾ അറിയ പോലും ഉണ്ടാവില്ല ഇങ്ങനൊരു സാധനം ഇവിടെ വേറൊരു സ്ഥലത്താണുള്ളത്. അല്ലെങ്കിൽ ഇവിടുത്തെ അഡ്മിന്, ഈ AWS അക്കൗണ്ടിൻ്റെ അഡ്മിന് പോലും ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന, നമ്മൾ കോപ്പി ചെയ്തിട്ടിരിക്കുന്ന എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു AWS അക്കൗണ്ടിൻ്റെ അകത്ത് പെർമിഷൻ ഉണ്ടാവില്ല. അപ്പം നമ്മൾ കുറച്ചും കൂടെ സേഫ് ആക്കി വെക്കുകയാണ് നമ്മളുടെ ഡാറ്റ അവിടെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോപ്പി എടുത്ത് വെക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു റീജിയനിൽ തന്നെ എടുത്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ AWS അക്കൗണ്ട് ഈ ബക്കറ്റ് ഇരിക്കുന്നത് നമ്മുടെ മുംബൈ റീജിയനിലാണെങ്കിൽ നമുക്ക് കോപ്പി വേണമെന്നുണ്ടെങ്കിൽ US-ലിരിക്കുന്ന നോർത്ത് വിർജീനിയ എന്ന് പറയുന്ന റീജിയൻ്റെ അകത്തേക്ക് നമുക്ക് കോപ്പി ചെയ്തിടാം. അങ്ങനെ കോപ്പി ചെയ്തിട്ടാലുള്ള ഗുണം എന്താണ്, നമ്മളുടെ മുംബൈക്കകത്ത് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ നടന്നിട്ട് ഈവൻ മുംബൈയിലെ ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഹാർഡ് ഡിസ്കുകളും അടിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഡാറ്റ ലോസ് ആവത്തില്ല. കാരണം എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റയുടെ ഒരു കോപ്പി എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു റീജിയനിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഡാറ്റാ സെൻറ്ററിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഇങ്ങനെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു റീജിയൻ്റെ അകത്തേക്ക് കോപ്പി ചെയ്യുന്നതോടുകൂടി അങ്ങനെയുള്ള ഒരു ഗുണങ്ങളും കൂടി നമുക്ക് കിട്ടും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ഡാറ്റ യാതൊരു വിധത്തിലും യാതൊരു പോസിബിലിറ്റിയിലും ഒരു സിംഗിൾ ബൈറ്റ് പോലും മിസ്സാവാത്ത രീതിയിൽ നമ്മളുടെ ഡാറ്റേനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് രീതികളിലെല്ലാം നമുക്ക് കോപ്പി ചെയ്ത ഡാറ്റേനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ പ്രൊട്ടക്ഷൻ നമുക്ക് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും.
അപ്പം ഇങ്ങനെ ഡാറ്റ പ്രൊട്ടക്ഷൻ നമ്മൾ സ്ട്രിക്റ്റ് ആക്കി മാറ്റിയെടുക്കുന്നത് മേ ബി അതൊരു ഡിസൈൻ ഡിസിഷനോ അല്ലെങ്കിൽ അത് മാത്രമല്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് മാത്രമായിരിക്കണമെന്നില്ല. മോസ്റ്റ്ലി നമുക്ക് ചില സ്റ്റാൻഡേർഡുകളൊക്കെ ഉണ്ട്. അതായത് മെഡിക്കൽ ഇമേജിങ്ങിൻ്റെ കേസ് ആണെങ്കിൽ ചില സ്റ്റാൻഡേർഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളൊരു മെഡിക്കൽ ഇമേജിങ്ങിൻ്റെ ഒരു ഡാറ്റ എടുത്ത് വെക്കുന്നത് ഹിപ്പ പോലെയുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. നിങ്ങളൊരു മെഡിക്കൽ ഇമേജിങ്ങിൻ്റെ ഒരു ഡാറ്റ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു AWS അക്കൗണ്ടിൻ്റെ അകത്തേക്ക്, അതായത് നിങ്ങളുടെ AWS അക്കൗണ്ടിലെ അഡ്മിന് പോലും ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതികളിൽ ഇരിക്കുന്ന ഒരു AWS അക്കൗണ്ടിൽ കൂടി അതിൻ്റെ കോപ്പി എടുത്ത് വെക്കണം. ഇങ്ങനെയുള്ള റൂൾസ് ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളിൽ ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി ഡാറ്റ പ്രൊട്ടക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മളുടെ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മളുടെ സിസ്റ്റം യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടുകയാണ് നമ്മളുടെ സിസ്റ്റം യൂസ് ചെയ്യാൻ. കാരണം എന്താണ്, നമ്മൾ പറയാണ്, നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നോർമലി ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഇരിക്കുന്ന സാധനമായിരിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന കൺസോർഷ്യംസ് എല്ലാം മാനേജ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് മോസ്റ്റ്ലി ഈ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഇത് യൂസ് ചെയ്യുന്ന യൂസർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ്. കാരണം യൂസർക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന സിസ്റ്റം എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മളുടെ ഒരു സിസ്റ്റം യൂസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ പറയാണ്, നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ യൂസർക്ക് നമ്മളുടെ സിസ്റ്റം മേടിക്കാനുള്ള കോൺഫിഡൻസ് കൂടുകയാണ്. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ നമ്മളുടെ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള സ്റ്റാൻഡേർഡുകൾക്ക് കംപ്ലൈൻ്റ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കംപ്ലൈൻസ് റൂൾസ് ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യിക്കാനും കൂടി ഇങ്ങനെയുള്ള കോപ്പി മെക്കാനിസംസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് എടുത്തു വെക്കേണ്ട സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതിൻ്റെ ബക്കറ്റിൻ്റെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബാക്കപ്പ് കോപ്പി എടുത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ S3 റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കോപ്പി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന S3യുടെ ഫീച്ചറിനെയാണ് നമ്മൾ S3 റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം S3 റെപ്ലിക്കേഷനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. S3 റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫുള്ളി മാനേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. AWSൻ്റെ അകത്ത് ഫുള്ളി മാനേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പി എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ അല്ലേ? ഒരു ബക്കറ്റ് എടുത്തിട്ട് വേറൊരു ബക്കറ്റിലോട്ട് നമുക്ക് കോപ്പി ചെയ്തിട്ടാണ്. ആ കോപ്പിക്ക് നമുക്കൊരു കമ്പ്യൂട്ടിംഗ് പവർ വേണം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ഒരു ഷെഡ്യൂൾ വേണ്ടി വരും, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും വേണ്ടി വരും അല്ലേ? എന്നാലേ ഇത് കോപ്പി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുള്ളി മാനേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഹാർഡ്വെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട. അത് AWS ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. AWS ആയിട്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ട് അലോക്കേറ്റ് ചെയ്യും, ആവശ്യാനുസരണം അലോക്കേറ്റ് ചെയ്യും. നമ്മളായിട്ട് തന്നെ ഇതാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിനെ മാനേജ് ചെയ്യേണ്ടി വരും, അതിൻ്റെ അപ്ഡേറ്റുകൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കമ്പ്യൂട്ട് നമ്മളായിട്ട് തന്നെ മാനേജ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടർ മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേണ്ടി വരും. ഫുള്ളി മാനേജ്ഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും നമ്മളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട, അത് AWS ഹാൻഡിൽ ചെയ്തോളും എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫുള്ളി മാനേജ്ഡ് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കോപ്പി നടക്കാനുള്ള, നമ്മൾ ഒറിജിനലിൻ്റെ അകത്ത് നിന്ന് റെപ്ലിക്കേഷൻ്റെ അകത്തേക്കുന്ന ബാക്കപ്പിൻ്റെ അകത്തേക്കുന്ന കോപ്പി നടക്കുന്നത് ഫുള്ളി മാനേജ്ഡ് ആയിട്ട് AWS തന്നെ ചെയ്തോളും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആകെ പറഞ്ഞു കൊടുത്താൽ മതി, ഈ ബക്കറ്റിൻ്റെ അകത്ത് എനിക്ക് റെപ്ലിക്കേഷൻ വേണം എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളെല്ലാം AWS ഇൻറ്റേർണലി ഓട്ടോമാറ്റിക് ആയിട്ട് ഫുള്ളി മാനേജ് ചെയ്ത് AWS തന്നെ ചെയ്തോളും. ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ബക്കറ്റ് ലെവലാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, വേർഷനിങ് ഒക്കെ പോലെ തന്നെ ബക്കറ്റ് ലെവലിൽ കോൺഫിഗർ ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ആണ്. അങ്ങനെ നമ്മളൊരു ബക്കറ്റിൻ്റെ അകത്ത് നമ്മൾ റെപ്ലിക്കേഷൻ കോൺഫിഗർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് കോൺഫിഗേർഡ് ആയിരിക്കില്ല. നമ്മൾ കോൺഫിഗേർഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ഫയൽ നമ്മൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നമ്മൾ ഈ ബക്കറ്റിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും AWS ഓട്ടോമാറ്റിക്കലി അതിനെ വേറൊരു റെപ്ലിക്കേഷൻ്റെ അകത്തേക്ക്, വേറൊരു എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ബക്കറ്റിൻ്റെ അകത്തേക്കും കൂടി കോപ്പി ചെയ്തിടും. നമ്മളായിട്ടൊന്നും അറിയേണ്ട, നമ്മൾ നോർമലി ഇതിൽ മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി. AWS ഇൻറ്റേർണലി ആ കാര്യങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്തോളും. കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനം എന്ന് പറയാം. അതായത് നിങ്ങൾ S3ക്ക് അകത്ത് നിങ്ങൾ എന്ത് ചാർജ് കൊടുക്കുന്നു അത് തന്നെയാണ് റെപ്ലിക്കേഷനും കൊടുക്കേണ്ടത്. റെപ്ലിക്കേഷന് കൊടുക്കേണ്ട കാര്യമുണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഒറിജിനലിൽ ഇരിക്കുന്ന സ്റ്റോറേജ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നമ്മൾ കോസ്റ്റ് ഉണ്ടല്ലോ അല്ലെ, നമ്മൾ S3 പഠിച്ച സമയത്ത് അതേ സാധനം തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന റെപ്ലിക്കേഷൻ്റെ അകത്തും കൊടുക്കേണ്ടി വരും. പക്ഷെങ്കിൽ കുറേ കൂടി ലോ കോസ്റ്റ് ആക്കി വെക്കാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് ഇതിന് ഉണ്ട്. ഓക്കെ,
അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാൻഡ്സ് ഓൺ ഒന്ന് നോക്കാം. ആപ്ലിക്കേഷൻ്റെ പേർപ്പസ് എന്താണ് എന്നുള്ളതും അതിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഏകദേശം ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പം എങ്ങനെ ആപ്ലിക്കേഷൻ നമുക്ക് കോൺഫിഗർ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്കൊരു ബക്കറ്റ് ഉണ്ട്, റിനിഷ് ഡാറ്റ ബക്കറ്റ്. അതിൻ്റെ അകത്ത് എനിക്ക് ഒരു ഒബ്ജക്റ്റ് ഞാൻ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ ബക്കറ്റ് ലെവലിൽ ഇത് എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ബക്കറ്റ് ലെവലാണ്, ബക്കറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബക്കറ്റിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് റെപ്ലിക്കേഷൻ റൂൾസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. ബേസിക് പോളിസി എല്ലാം നമ്മൾ പഠിച്ചിരുന്നല്ലോ അല്ലേ, അതേ സാധനം തന്നെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് റെപ്ലിക്കേഷൻ റൂൾ നമുക്ക് അടിക്കാം. അത് കഴിഞ്ഞിട്ട് റെപ്ലിക്കേഷൻ റൂൾ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിൽ ഒരു ഒരു എറർ ഡയലോഗ് പോലെ വരും കാണും. അതെന്ന് പറയുന്നത് എനേബിൾ വേർഷൻ ബക്കറ്റ് വേർഷനിങ് എന്നാണ്. അതായത് റെപ്ലിക്കേഷൻ റൂള് നമുക്കൊരു ബക്കറ്റിൻ്റെ അകത്ത് കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബക്കറ്റിന് ഓൾറെഡി നമുക്ക് വേർഷനിങ് എനേബിൾ ചെയ്തുകൊണ്ടിരിക്കണം. വേർഷനിങ് എനേബിൾ ചെയ്യാത്തൊരു ബക്കറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് റെപ്ലിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ബക്കറ്റിൻ്റെ അകത്ത് വേർഷനിങ് എനേബിൾ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് റെപ്ലിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറ്റൂ. ബേസിക്കലി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്ലിക്കേഷൻ ഈ പറഞ്ഞിരിക്കുന്ന വേർഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കോപ്പി എന്ന് പറയുന്നത് സിങ്ക്രണസ് ആയിട്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ അല്ല. സിങ്ക്രണസ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ബക്കറ്റിൻ്റെ അകത്തേക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇടുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി തന്നെ അതിൻ്റെ കോപ്പി AWS എടുക്കത്തില്ല. ഇമ്മീഡിയറ്റ്ലി എടുക്കുന്നത് തന്നെയാണല്ലോ അല്ലേ നമ്മൾ സിങ്ക്രണസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബക്കറ്റ് ഇട്ടു, അതിൻ്റെ കോപ്പി എടുത്തിട്ടു, അതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ബക്കറ്റിലേക്ക് ഇട്ടിരുന്ന ഓപ്പറേഷൻ റിട്ടേൺ ആവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേഷനാണല്ലോ നമ്മൾ സിങ്ക്രണസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിങ്ക്രണസ് ആയിട്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ അല്ല. നമ്മൾ ഒരു ഒബ്ജക്റ്റ് നമ്മളുടെ ബക്കറ്റിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ബക്കറ്റിൻ്റെ അകത്ത് സ്റ്റോർ ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ കോൾ റിട്ടേൺ ആവും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും AWS നമ്മളുടെ ബക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത ഒബ്ജക്റ്റിനെ പിടിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന റെപ്ലിക്കേഷൻ ബക്കറ്റിൻ്റെ അകത്തേക്ക് കോപ്പി ചെയ്തിടുന്നത്. അപ്പം അതുകൊണ്ടാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അസിങ്ക്രണസ് ആയിട്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ് എന്ന് പറയുന്നത്. അസിങ്ക്രണസ് ആയിട്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേർഷൻ്റെ അകത്താണ്, വേർഷൻ ID അല്ലെങ്കിൽ പർട്ടിക്കുലർ വേർഷൻ്റെ അകത്താണ് അവൻ കോപ്പി ചെയ്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡാറ്റ കൺസിസ്റ്റൻസി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് വേർഷൻ എനേബിൾ ചെയ്ത സാധനത്തിൻ്റെ അകത്ത് മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വേർഷനിങ് എനേബിൾ ചെയ്ത സമയത്ത് നമ്മളൊരു ടേം പഠിച്ചിരുന്നു. വേർഷനിങ് എന്ന് പറയുന്നത് AWSൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ പ്രൊട്ടക്ഷൻ്റെ ഫൗണ്ടേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇങ്ങനെയുള്ള വേറെ കുറേ ഫീച്ചേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന വേർഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന വേർഷനിങ്ങിനെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റെപ്ലിക്കേഷൻ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേർഷനിങ് എനേബിൾ ചെയ്തിരിക്കണം. ഇപ്പം നമ്മളുടെ ഈ ബക്കറ്റിന് വേർഷനിങ് എനേബിൾഡ് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ വേർഷനിങ് എനേബിൾ ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ബക്കറ്റിൽ പോയിട്ട് നേരിട്ട് വേർഷനിങ് എനേബിൾ ചെയ്യാം, നമ്മൾ ലാസ്റ്റ് പഠിച്ചതുപോലെ. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് ഇവിടേക്ക് എത്തും. എനേബിൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വേർഷനിങ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പം വേർഷനിങ് എനേബിൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് റെപ്ലിക്കേഷൻ റൂളാണ്. വേർഷനിങ് എനേബിൾ ആ എറർ പോയി. നമ്മളെ ക്രിയേറ്റ് റെപ്ലിക്കേഷൻ റൂളിൻ്റെ ഇത് തന്നെയാണ്. അപ്പോൾ ആദ്യം ഒരു റൂൾ ID നമുക്ക് റെപ്ലിക്കേഷൻ്റെ റൂൾ ID നമുക്ക് കൊടുക്കണം. അപ്പം നമ്മളിവിടെ ഡാറ്റ ബാക്കപ്പ് റൂൾ എന്നോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്ന ഒരു റൂൾ കൊടുക്കുന്നു. സ്റ്റാറ്റസ് എനേബിൾഡ് കൊടുക്കുന്നു. സോഴ്സ് ബക്കറ്റ് ഇതാണ്, ഇവനെയാണ് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന ഏതൊക്കെ ഒബ്ജക്റ്റിനെ റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അപ്പം നമ്മൾ ലൈഫ് സൈക്കിൾ പോളിസീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച സമയത്ത് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന കുറച്ച് മെക്കാനിസംസ് എല്ലാം പഠിച്ചിരുന്നല്ലോ അല്ലേ. അതേപോലെ തന്നെ ഇന്ന് പ്രിഫിക്സുകളെ മാത്രം റെപ്ലിക്കേറ്റ് ചെയ്താൽ മതി എന്ന് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു പ്രോബ്ലം ഇരിക്കുന്നു, ഒരു പ്രിഫിക്സ് മാത്രമേ ഒന്നിൽ പറയാൻ പറ്റുള്ളൂ. ഒരു ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന 2 പ്രിഫിക്സുകളെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 റെപ്ലിക്കേഷൻ റൂൾസ് ഉണ്ടാക്കേണ്ടി വരും. അപ്പം ഇതിൽ ഞാൻ അപ്ലൈ ഓൾ ഒബ്ജക്റ്റ് എന്ന് പറയാണ്. അതായത് ഈ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളെയും എടുത്തിട്ട് റെപ്ലിക്കേറ്റ് ചെയ്തോളൂ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഓപ്ഷനാണ് ഇവിടെ ഇരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളെ വേറെ ഏത് ബക്കറ്റിലേക്കാണ് കോപ്പി ചെയ്യേണ്ടത് എന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പം നമുക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബക്കറ്റ് കൂടി നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പുതിയതായിട്ടിരിക്കുന്ന ഒരു ബക്കറ്റ് കൂടി നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം.
ഓക്കെ. അപ്പം ഞാൻ ഇത് വേറൊരു ടാബിലെടുത്തു. എന്നിട്ട് അവിടെ ഒരു ക്രിയേറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനം കൊടുത്തു. എന്നിട്ട് ഫിനിഷ് ഹൈഫൻ ഡാറ്റ ഹൈഫൻ ബാക്കപ്പ് ഹൈഫൻ ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഇത് കൊടുത്തു. ബാക്കിയെല്ലാം ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ കൊടുത്തേ. ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ കൊടുത്തിട്ട് ഞാനൊരു ബക്കറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെ റെപ്ലിക്കേഷൻ റൂളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു. എന്നിട്ട് നമുക്ക് ആ ബക്കറ്റ് ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗസ് ചെയ്ത് കൊടുക്കാം. ബ്രൗസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി കാണിക്കണമെന്നില്ല. കാരണം നമ്മൾ ഈ ബ്രൗസർ ഡിഫറൻറ്റ് ബ്രൗസറിലാണ് എടുത്തത്. കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് റിഫ്രഷ് കൊടുത്താൽ മതി. ഓക്കെ, റിഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയതായിട്ടിരിക്കുന്ന ബക്കറ്റ് ഇവിടെ വരും. ആ ബക്കറ്റിന് നമ്മൾ ചൂസ് പാത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുമ്പം എഗെയിൻ ഒരു എറർ ഡയലോഗ് നമുക്ക് വന്നു. ഈ ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സോഴ്സ് ബക്കറ്റിൻ്റെ അകത്ത്, അതായത് ഏത് ബക്കറ്റിൻ്റെ അകത്തു നിന്നാണോ നമ്മൾ റെപ്ലിക്കേഷൻ കോൺഫിഗർ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ഏത് ബക്കറ്റിലോട്ടാണോ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത്, 2 ബക്കറ്റുകൾക്കും വേർഷനിങ് എനേബിൾഡ് ആയിരിക്കണം. എന്നാലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നേരത്തെ നമ്മൾ ചോദിച്ചത്, ഇവിടെ കാണിച്ചിരുന്നത് സോഴ്സിൻ്റെ എനേബിൾ ചെയ്യണം എന്നുള്ളതായിരുന്നു. ഇവിടെ കാണിക്കുന്നത് ഡെസ്റ്റിനേഷൻ. ഒരു കോപ്പി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു സോഴ്സും ഒരു ഡെസ്റ്റിനേഷനും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഡെസ്റ്റിനേഷനിൽ കൂടി ഈ പറഞ്ഞിരിക്കുന്ന വേർഷനിങ് എനേബിൾ ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് വേർഷനിങ് എനേബിൾ ചെയ്ത് കൊടുക്കാം. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഇവിടെ ഈ ബക്കറ്റിൻ്റെ അകത്ത് വേർഷനിങ് എന്ന് പറയുന്ന സാധനം എനേബിൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബക്കറ്റ് വേർഷനിങ് എനേബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 പേർക്കും വേർഷനിങ് എനേബിൾഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് റെപ്ലിക്കേഷൻ കോൺഫിഗർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു IAM റോൾ ഉണ്ട്. ബേസിക്കലി ഇതെന്ന് പറയുന്നത് ആ കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ അല്ലേ. അതായത് സോഴ്സിൻ്റെ അകത്ത് നിന്ന് ഡെസ്റ്റിനേഷൻ്റെ അകത്തേക്ക് കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ്, അവൻ തന്നെ ഇൻറ്റേർണലി ഒരു സാധനം ക്രിയേറ്റ് ചെയ്തോളൂ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഒരു റൂൾ ഉണ്ടെങ്കിൽ ആ റൂള് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. IAM റോൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ബേസിക്കലി അത് കോപ്പി ഓപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അപ്പം ഡെസ്റ്റിനേഷൻ്റെ അകത്ത് റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റുകൾ നിങ്ങൾക്ക് S3യുടെ എൻക്രിപ്ഷൻ അല്ലാതെ KMS ബേസ് ചെയ്തിരിക്കുന്ന ഒരു എൻക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. തൽക്കാലത്തേക്ക് നമ്മളത് KMS നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഇപ്പം തൽക്കാലം എൻക്രിപ്ഷൻ അൺചെക്ക് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് KMSൻ്റെ എൻക്രിപ്ഷൻ ആണ്. S3യുടെ എൻക്രിപ്ഷൻ ബൈ ഡിഫോൾട്ട് എല്ലാ S3 ബക്കറ്റുകൾക്കും ഉണ്ടാവും. ഇത് നമ്മൾ KMSൻ്റെ എൻക്രിപ്ഷൻ ഇല്ല എന്ന് പറയുന്ന കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ്റെ അകത്ത് നിങ്ങളുടെ സോഴ്സ് ബക്കറ്റിൻ്റെ അകത്ത് നിന്ന് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോറേജ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് നോർമലി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇത് ഈ റെപ്ലിക്കേഷൻ നടക്കുന്നത് മോസ്റ്റ്ലി കംപ്ലയിൻസ് പർപ്പസിന് വേണ്ടിയിട്ടോ ബാക്കപ്പ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അത് ആരും ആക്സസ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. അതായത് നമ്മളുടെ സോഴ്സ് മിസ്സായി പോകുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ബാക്കപ്പിനെ എടുക്കുള്ളൂ. അതായത് ആ എടുക്കാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെ കുറവാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡിൽ തന്നെ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോറേജ് ക്ലാസിൻ്റെ അകത്തേക്ക് ഇവനെ കോപ്പി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇത് സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്യേണ്ട, നിങ്ങൾ കോപ്പി ഗ്ലേഷ്യറിൻ്റെ അകത്ത് കോപ്പി ചെയ്താൽ മതി എന്നുള്ളത്. അപ്പം നമുക്ക് എന്ത് സംഭവിച്ചു, നമ്മുടെ ഒറിജിനൽ സോഴ്സ് ബക്കറ്റിൻ്റെ അകത്ത് ഇരിക്കുന്ന സാധനം നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുമായിരിക്കും. അത് സ്റ്റാൻഡേർഡിൽ തന്നെ കീപ്പ് ചെയ്യും. ഇവനെ കോപ്പി ചെയ്തിട്ട് ഒരു കോപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ആ കോപ്പി സ്റ്റാൻഡേർഡിലായിരിക്കില്ല, ഗ്ലേഷ്യറിലായിരിക്കും. ആ കോപ്പി നമ്മൾ അധികം യൂസ് ചെയ്യത്തില്ല. ഈ 2 എണ്ണത്തിന് നമ്മൾ പൈസ കൊടുക്കണേ. സോഴ്സിൻ്റെ അകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകൾക്കും ഡെസ്റ്റിനേഷൻ്റെ അകത്ത് കോപ്പി ചെയ്ത് വച്ചിരിക്കുന്ന S3യുടെ ഒബ്ജക്റ്റുകൾക്ക് 2 പേർക്കും നമ്മൾ കോസ്റ്റ് ആവും. അപ്പോൾ ആ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനുള്ള, അതായത് ബാക്കപ്പിൻ്റെ റെപ്ലിക്കേറ്റ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനുള്ള ഒരു വഴിയാണ് ഇതെന്ന് പറയുന്നത്. സ്റ്റോറേജ് ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. അപ്പം ഏതൊക്കെ സ്റ്റോറേജ് ക്ലാസ് ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പർപ്പസിനനുസരിച്ചിട്ട് ഒരു നോർമലി ചൂസ് ചെയ്തെടുക്കും. നോർമലി അതൊരു ഗ്ലേഷ്യറിൻ്റെ അകത്തിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ് ആയിരിക്കും നോർമലി വരുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് അഡീഷണൽ സെറ്റിങ്സ് ഉണ്ട്. ഇത് നമ്മളിപ്പം കവർ ചെയ്യുന്നില്ല. റെപ്ലിക്കേഷൻ ടൈം കൺട്രോൾ പോലെയുള്ള, അതായത് നേരത്തെ നമ്മൾ അസിൻക്രണസ് ആയിട്ടാണ് ഓപ്പറേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റ് സോഴ്സിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 15 മിനിറ്റിനുള്ളിൽ ഒരു SLAയുടെ പ്രൊട്ടക്ഷൻ വെച്ചിട്ട് 15 മിനിറ്റിനുള്ളിൽ അത് നടക്കും എന്ന് നമുക്ക് എൻഷുർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. മോസ്റ്റ് ഓഫ് ദ സാധനത്തിനും ചിലപ്പോൾ അഡീഷണൽ ആയിട്ടിരിക്കുന്ന ഫീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നമ്മൾ ഇതാക്കുന്നില്ല, നമ്മളിവിടെ സേവ് ചെയ്യണം. എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റ് വേണോ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട്, അതായത് ഇനി നമ്മൾ
ഇപ്പം നമ്മളൊരു റൂൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുള്ള അതായത് ഓൾറെഡി ഇരിക്കുന്ന സാധനങ്ങൾ അവൻ റെപ്ലിക്കേറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടാന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇതുവരെയുള്ള സാധനങ്ങൾ റെപ്ലിക്കേറ്റഡ് ആയിരിക്കില്ല. പക്ഷേ ഇനി നമ്മൾ മോഡിഫൈയോ അല്ലെങ്കിൽ അഡീഷനോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ബക്കറ്റിൻ്റെ അകത്ത് ചെയ്യുന്ന സമയത്ത് അത് റെപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ അത് വേണോ എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വേണ്ട എന്നുള്ള രീതിയിൽ പറയുള്ളൂ. പക്ഷേ അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളത് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ എനേബിൾഡ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നു? ഇനിയിപ്പോൾ നമ്മൾ അവിടെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ സാധനം വന്നിട്ടുണ്ടാവില്ല. അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു അഡീഷണൽ സാധനം കൂടി ഇടുകയാണ്. ഓക്കെ. നമ്മൾ അപ്ലോഡ് ചെയ്യാണ്. എടുക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു സാധനം അപ്ലോഡ് ചെയ്യാണ്. ഇവിടെ ഓപ്പൺ കൊടുക്കുന്നു. അപ്ലോഡ് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ സോഴ്സ് ബക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ പുതിയതായിട്ടിരിക്കുന്ന സാധനം വന്നു. റെപ്ലിക്കേഷൻ റൂൾ ഉണ്ട്. സ്വാഭാവികമായിട്ടും അതെന്ത് സംഭവിച്ചിരിക്കണം? അപ്പുറത്തിരിക്കുന്ന ഡെസ്റ്റിനേഷൻ ബക്കറ്റിൻ്റെ അകത്ത് അത് റെപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ. നമ്മളിപ്പോൾ ഇവിടെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അസിങ്ക്രണസ് ആണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിവിടെ വരുന്നത് നമുക്ക് കാണാം. ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളുടെ റെപ്ലിക്കേഷൻ ബക്കറ്റ് എടുത്ത് നോക്കുകയാണ്. എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ ന്യൂ ഒബ്ജക്റ്റ് ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളുടെ ബാക്കപ്പ് ബക്കറ്റാണ്. ഇത് നമ്മളുടെ ഒറിജിനൽ ബക്കറ്റാണ്. അതായത് നമ്മളിവിടെ കോപ്പി ചെയ്തിടുക എന്നുള്ള ഓപ്പറേഷൻ മാത്രം, അതായത് സോഴ്സ് ബക്കറ്റിൻ്റെ അകത്ത് കോപ്പി ചെയ്തിടുക എന്ന് പറയുന്ന ഓപ്പറേഷൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. അത് ഇൻറ്റേർണലി നമ്മൾ റെപ്ലിക്കേഷൻ കോൺഫിഗേർഡ് ആയതുകൊണ്ട് AWS ഇന്റേണലി അത് നമ്മൾ കോൺഫിഗർ ചെയ്തിരിക്കുന്ന റെപ്ലിക്കേറ്റഡ് ബക്കറ്റ് ആയിട്ടിരിക്കുന്ന ഈ ബാക്കപ്പ് ബക്കറ്റിൻ്റെ അകത്തേക്ക് കൂടി അവർ ഇന്റേണലി കോപ്പി ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മളിപ്പം ഇവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നേരെ അങ്ങോട്ട് കോപ്പിയായി പോയിക്കോളും. അത് ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി ചെയ്തോളും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡാറ്റയുടെ ഒരു കോപ്പി ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ, ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ്റെ ഒരു ഫീച്ചർ കൂടി നമ്മൾ ഈ റെപ്ലിക്കേഷൻ വഴി ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അപ്പം ഡാറ്റ പ്രൊട്ടക്ഷൻ എന്താണ് അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ഡാറ്റ ലോസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പം അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഈ പറഞ്ഞിരിക്കുന്ന റെപ്ലിക്കേഷൻ ആഡ് ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് അക്കൗണ്ട് ആണോ, ഡിഫറെൻറ്റ് റീജിയൻ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മളുടെ പ്രൊജക്റ്റിന് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടായിരിക്കണം ഈ റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ നിർത്താൻ തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.